سبحان الله والحمد لله لا إله إلا الله الله أكبر سبحان الله والحمد لله لا إله إلا الله الله أكبر. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദന എന്നത് എല്ലായ്പ്പോഴും ഒരു നിഷേധക ശക്തിയല്ല. വേദനയും മനുഷ്യനു പ്രയോജനം ചെയ്യും. നാം അള്ളാഹുവിനെ ഓർക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, പഠിക്കുന്ന വിദ്യാർത്ഥി ക്ഷമയോടെ പ്രയാസങ്ങൾ തരണം ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ലേശം സഹിക്കുമ്പോൾ, അള്ളാഹുവിനെ ഓർത്ത് നിഷിദ്ധം കലർന്ന ഭക്ഷണം കഴിക്കാതെ വിശപ്പനുഭവിക്കുമ്പോൾ, തെറ്റുകളോടുള്ള എതിർപ്പ് കാരണം ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ, തിന്മയുടെ ശക്തികളോട് ശുഭിതരാകുമ്പോൾ, നന്മ ഉപദേശിക്കാനായി കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ വേദനകൾ ക്രിയാത്മകമാകുന്നു. തന്നോടൊപ്പം ഒരു സമൂഹത്തെ കൂടി ഹൃദയശുദ്ധി വരുത്തി നന്നാക്കിയെടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. പ്രതിഭാശാലികളുടെ ആവിഷ്കാരങ്ങളിൽ ഏതാണ് വേദന കൂടാതെ പിറവിയെടുത്തത്? ആ വേദന അവയെ ചേതോഹരമാക്കി, മനോഹാരിത അവയെ അനശ്വരമാക്കി. ഊതിക്കാഴ്ചയിലാണല്ലോ പൊന്നിനു തിളക്കം കൂടുക. മറിച്ച് കഷ്ടപ്പെടാതെയും ത്യാഗങ്ങൾ സഹിക്കാതെയും വളർന്ന വിദ്യാർത്ഥി പ്രത്യുൽപ്പന്ന മതിയാവുകയില്ല. അവൻ മടിയനും മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളോട് നിസ്സംഗത പുലർത്തുന്നവനുമാകും. വേദനയും കഷ്ടപ്പാടും അനുഭവിച്ചറിയാത്ത കവി കൊന്നുകണക്കിന് വാക്കുകൾ എഴുതിക്കൂട്ടും, പക്ഷേ അതിൽ കവിതയുണ്ടാവില്ല. അവൻ്റെ വാക്കുകൾ നിർഗളിക്കുന്നത് നാവിൽ നിന്നാണ്. അതിൽ വികാരസ്പർശനമില്ല. അവൻ എഴുതുന്നത് ശുദ്ധ ഭാവനയിൽ നിന്നാവും, അനുഭവത്തിൽ നിന്നല്ല. പ്രവാചകന്റെ കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച അനുജനന്മാരെ കേൾക്കൂ. അവർ കൂടുതൽ അറിവും ബോധ്യവും സത്യസന്ധതയും ഉള്ളവരായിരുന്നു. കഠിനമായ ക്ലേശങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും നീന്തിക്കയറിയാണ് അവരിത് സാധ്യമാക്കിയത്. മഹത്തായ വിപ്ലവങ്ങൾക്കെല്ലാം ഇത് അനിവാര്യമാണ്. തീർച്ചയായും ഇക്കാരണത്താൽ തന്നെ അവർ മനുഷ്യകുലത്തിൽ നിന്നു തെരഞ്ഞെടുക്കപ്പെട്ടവരായി. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വിശുദ്ധിയുടെയും കുലീനതയുടെയും ത്യാഗത്തിൻ്റെയും ഉന്നത മാതൃകളായിരുന്നു അവർ എന്ന്. അതെ, നമുക്ക് നന്മയോടൊപ്പം കൂടെ ഇരുന്ന് നമുക്ക് വേദന സഹിക്കാം. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.